നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി വർദ്ധിപ്പിക്കുന്നു. വിസ ലഭിക്കുന്നതിന് നിലവിലുള്ള നിരവധി നിബന്ധനകൾ ലഘൂകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി ചുരുങ്ങിയത് 3 മാസമായി ഉയർത്താൻ സാധ്യത. കൂടാതെ 6 മാസം മുതൽ 1 വർഷം വരെ വിസ കാലാവധി ദീർഘിപ്പിക്കാനും സാധ്യമാകുന്ന തരത്തിലാണ് പുതിയ നിയമം നിലവിൽ വരിക. കുടുംബ സന്ദർശന വിസ ലഭിക്കുന്നതിന് നിലവിലുള്ള നിരവധി നിബന്ധനകൾ ലഘൂകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിസിറ്റ് വിസ ഇനി മുതൽ രക്തബന്ധത്തിൽ ഉള്ളവർക്കും അനുവദിക്കും. അപേക്ഷകന് യൂണിവേഴ്സിറ്റി ബിരുദം വേണമെന്ന മുൻ നിലപാട് പിൻവലിക്കും. പ്രാദേശിക എയർലൈൻ ടിക്കറ്റുകൾ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പിൻവലിക്കും. തുടങ്ങിയ നിരവധി മാറ്റങ്ങളായിരിക്കും പുതിയ നിയമത്തിൽ ഉണ്ടാകുക. രാജ്യത്തെ ടൂറിസം രംഗത്തെ വികസനത്തിനും കൂടാതെ മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനും ഈ തീരുമാനം സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വിസ ഫീസ് സംബന്ധിച്ച തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ വരുന്നതോടെ കുടുംബ സന്ദർശക വിസ സംബന്ധിച്ച ചിത്രം കൂടുതൽ വ്യക്തമാവും. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ഇന്ത്യക്ക് മേൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര മാധ്യമമായ CNBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ വെല്ലുവിളി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നേരത്തെ പ്രഖ്യാപിച്ച 25% താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം പ്രഖ്യാപിച്ച 25% മറ്റന്നാൾ നിലവിൽ വരാനിരിക്കെയാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. ബഹ്റൈൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ 2026 ഏപ്രിൽ 1 മുതൽ നടക്കും. വിദേശത്തു നിന്നുള്ള കമ്പനികൾക്കും ഗാർഡൻ ഷോയിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ 2026 ഏപ്രിൽ 1 മുതൽ 5 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കും. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ഗാർഡൻ ഷോ നടക്കുക. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി കാർഷിക പരിസ്ഥിതി മേഖലകളിലെ പ്രമുഖ പ്രാദേശിക അന്തർദേശീയ കമ്പനികൾ, സ്ഥാപനങ്ങൾ, നിക്ഷേപകർ, വിദഗ്ധർ, പങ്കാളികൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗോള വേദിയായും പ്രവർത്തിക്കുന്നു. ഈ പ്രമുഖ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാനും ബിസിനസ് വിപുലീകരണം, പങ്കാളിത്തം, അവസരങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്താനും നിയാദ് ബഹ്റൈനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള കമ്പനികളെയും സംഘടനകളെയും ക്ഷണിക്കുന്നുവെന്നും അറിയിച്ചു. രജിസ്ട്രേഷനും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും www.bix.com.bh എന്ന ഔദ്യോഗിക ഇവന്റ് വെബ്സൈറ്റ് സന്ദർശിക്കാം. 24 ബഹ്റൈൻ. ജിദ്ദയിൽ നടന്ന ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. വാശിയേറിയ മത്സരത്തിൽ ഓവർ ടൈമിലായിരുന്നു ജോർദാന്റെ വിജയം. ചൈനയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരത്തിലെ എതിരാളി. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിബ ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ദിവസം രണ്ടാമത്തെ മത്സരത്തിലാണ് ഇന്ത്യ ജോർദാനെ നേരിട്ടത്. വാശിയേറിയ മത്സരത്തിൽ 84-നെതിരെ 91 എന്ന സ്കോറിൽ ജോർദാൻ വിജയിച്ചു. മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് 80-80 എന്ന സ്കോറിൽ ഇരു ടീമുകളും സമനിലയിലായിരുന്നു. 4 ക്വാർട്ടറുകളിൽ ഇരു ടീമുകളും 2 വീതം വിജയിച്ചു. ഓവർ ടൈമിൽ 4-നെതിരെ 11 എന്ന സ്കോറിലായിരുന്നു ജോർദാന്റെ വിജയം. ലോക റാങ്കിങ്ങിൽ 76-ാം സ്ഥാനത്തുള്ള ഇന്ത്യ 36-ാം സ്ഥാനത്തുള്ള ജോർദാന് കടുത്ത വെല്ലുവിളിയാണ് മത്സരത്തിലുടനീളം നൽകിയത്. 14 പോയിന്റുമായി അരവിന്ദ് മുത്തുകൃഷ്ണനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഹാഷ്ടാഗറും മലയാളിയായ പ്രണവ് പ്രിൻസും 12 പോയിന്റുകൾ വീതം നേടി. 30 പോയിന്റും 6 റീബൌണ്ടുകളുമായി ജോർദാന്റെ ഡാർ ടക്കറാണ് മത്സരത്തിലെ ടോപ്പ് സ്കോറർ. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഇറാഖിനെതിരെ ന്യൂസിലാൻഡ് 78-നെതിരെ 100 എന്ന സ്കോറിൽ വിജയിച്ചു. ഗ്രൂപ്പ് സിയിൽ ഇന്ത്യ വ്യാഴാഴ്ച ചൈനയെയും ശനിയാഴ്ച സൗദിയെയും നേരിടും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യൂത്ത് ഫോറം ഖത്തർ സംഘടിപ്പിച്ച രണ്ടാമത് ഇന്റർ സോൺ ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തുമാമ സോൺ ജേതാക്കളായി. ഗറാഫ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പൂരിൽ വക്ര സോണിനെ പരാജയപ്പെടുത്തിയാണ് തുമാമ സോൺ കിരീടം നിലനിർത്തിയത്. ദോഹ, തുമാമ, റയാൻ, മദീന, ഖലീഫ, വക്ര എന്നീ സോണുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ മികച്ച ബാറ്റ്സ്മാനായി തൻവീറിനെയും മികച്ച ബോളറായി മുഹമ്മദ് ഷാന്തിനെയും തെരഞ്ഞെടുത്തു. ജേതാക്കൾക്കുള്ള ട്രോഫികളും മെഡലുകളും യൂത്ത് ഫോറം പ്രസിഡന്റ് ബിൻഷാദ് പുനത്തിൽ, യൂത്ത് ഫോറം ജനറൽ സെക്രട്ടറി ഹബീബ് റഹ്മാൻ, സെക്രട്ടറി ആരിഫ്, വൈസ് പ്രസിഡന്റ് ഷുക്കൂർ എന്നിവർ വിതരണം ചെയ്തു. ഖത്തറിലെ യുവ മലയാളി കവയത്രി സമീഹ ജുനൈദിന്റെ 3ാമത് ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഷീൽഡിംഗ് സൺഫ്ലവറിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മീഡിയ പ്ലസ് സിഇഒയുമായ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര പ്രകാശനം നിർവഹിച്ചു. സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഖത്തറിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു.
പൊന്നാനി അസുഫ ദർസ് നടത്തിവരുന്ന മലിക്കുൽ മുളഫറം മിലാദ് സമ്മിറ്റിന്റെ പ്രഖ്യാപന സമ്മേളനം അബുദാബിയിൽ നടന്നു. സെപ്റ്റംബർ 19 മുതൽ 21 വരെ പൊന്നാനിയിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രവാചക പ്രകീർത്തകർ പങ്കെടുക്കും. ICF ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹമീദ് പരപ്പ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹംസ അക്സനി അധ്യക്ഷനായി. PV അബൂബക്കർ മുസ്ലിയാർ, PT ഷിഹാബുദ്ദീൻ പൊന്നാനി, അഡ്വക്കേറ്റ് അൻസാർ സഖാഫി ചങ്ങനകുളം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദുബായിലെ 2172 ടാക്സി ഡ്രൈവേഴ്സിനെ ആദരിച്ച് ദുബായ് റോഡ്സ് ഗതാഗത അതോറിറ്റി. നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും സേവനത്തിൽ മികവ് പുലർത്തുകയും ചെയ്ത ഡ്രൈവേഴ്സിനാണ് RTA ആദരവ് നൽകിയത്. റോഡ് അംബാസഡേഴ്സ് സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തി പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനായി RTA എല്ലായ്പ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി ഓരോ ദിവസവും പുതിയ സംരംഭങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും പതിവാണ്. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഏർപ്പെടുത്തിയ റോഡ് അംബാസഡർ സംരംഭത്തിന്റെ ഭാഗമായാണ് നടപടി. ദുബായിലെ ടാക്സികളിലെ ഡ്രൈവർമാരിൽ ഏറ്റവും മികവ് പുലർത്തിയ ആളുകളെ കണ്ടെത്തിയാണ് ആദരിച്ചത്. 2024 മുതൽ 2025 ആദ്യ പകുതി വരെയുള്ള 1.5 വർഷത്തെ പ്രവർത്തന കാലയളവിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 2172 ടാക്സി ഡ്രൈവർമാർക്കാണ് ഇത്തരത്തിൽ ആദരവ് ലഭിച്ചിരിക്കുന്നത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ മികവ് പുലർത്തിയവരും മാതൃകാപരമായ പെരുമാറ്റവും സത്യസന്ധതയും പുലർത്തിയവരുമാണ് ഇത്തരത്തിൽ അവാർഡിന് അർഹരായത്. സംരംഭം ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് ഡ്രൈവർമാർക്കിടയിലും കമ്പനികൾക്കിടയിലും ആരോഗ്യകരമായ മത്സരം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് RTAയുടെ പൊതുഗതാഗത ഏജൻസി CEO അഹമ്മദ് ബഹ്റോസിയാൻ പറഞ്ഞു. RTAയുടെ കരുതലിന് നന്ദിയുണ്ടെന്ന് ആദരവ് ലഭിച്ച ഡ്രൈവർമാരും പ്രതികരിച്ചു. 24 ദുബായ്. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ഡോക്ടർ ബാബു സ്റ്റീഫന് ദുബായിൽ സ്വീകരണം നൽകി. WMC അജ്മാൻ, ഷാർജ, അൽ ഗുവൈൻ പ്രൊവിൻസിലെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രൊവിൻസ് പ്രസിഡന്റ് ഷോൺ ഷാരി അധ്യക്ഷനായിരുന്നു. റജി ജോർജ്, ജോൺ കെ ബേബി, പ്രദീപ് പൂക്കോടൻ, ഗ്ലോബൽ VP ഓർഗനൈസേഷൻ ജോൺ സാമുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുവൈറ്റിൽ പ്രവാസി മലയാളി പ്രഭാത നമസ്കാരത്തിനിടെ മസ്ജിദിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് തിക്കുടി സ്വദേശി കീരംകൈയിൽ ഷബീറാണ് സാൽമിയിലെ മസ്ജിദിൽ മരിച്ചത്. തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 61 വയസ്സായിരുന്നു. കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ അറിയിച്ചു. ഒമാനിൽ എണ്ണ പ്രകൃതിവാതക മേഖലയിലും പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം. സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് തീരുമാനം. എണ്ണ പ്രകൃതിവാതക മേഖലയിലെ നിർദ്ദിഷ്ട തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും പുതുതായി ജോലിക്കെത്തുന്നവരും എനർജി ആൻഡ് മിനറൽ സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ലൈസൻസ് സ്വന്തമാക്കേണ്ടത്. അതേസമയം അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ്, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ് മേഖലകളിലും പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്തരവ് സെപ്റ്റംബർ 1 പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി രജിസ്ട്രേഷൻ നടപടികൾ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ തൊഴിലാളികളും സർട്ടിഫിക്കറ്റ് നേടണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽ യൂണിറ്റിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത്. എഞ്ചിനീയർമാർ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത്. സെപ്റ്റംബർ 1 മുതൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടെ പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളത് പുതുക്കുന്നതിനും ഇത് ബാധകമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ഒമാൻ. വിസിറ്റ് വിസയിൽ മകൾക്കും പേരക്കുട്ടിക്കുമൊപ്പം യാത്ര ചെയ്യാനെത്തിയ വയോധികയെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ യാത്രാ വിലക്കുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചെന്ന് പരാതി. തിരുവനന്തപുരം സ്വദേശി ആബിദ ബീവിക്കാണ് ദുരനുഭവമുണ്ടായത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പിന്നീട് മറ്റൊരു വിമാനത്തിൽ ആബിദ ബീവി ഇന്ന് UAE-യിലെത്തി. വെള്ളിയാഴ്ച രാത്രി 8:30 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലായിരുന്നു ആബിദ ബീവിയും മകളും പേരക്കുട്ടിയും ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എമിഗ്രേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ് വിമാനത്തിൽ കയറാനായി ഗേറ്റിൽ കാത്തിരിക്കുമ്പോഴാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെത്തി ആബിദയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നറിയിച്ചത്. കാരണം ചോദിച്ചപ്പോൾ അബുദാബിയിൽ യാത്രാ വിലക്കുണ്ടെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകിയത്. എല്ലാം കഴിഞ്ഞു, നമ്മൾ ബോർഡിംഗ് കഴിയുന്നു, ഇമിഗ്രേഷൻ കഴിയുന്നു, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നു, ആൾക്കാർ ഓൺ ബോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അതും ഒരു 10 മിനിറ്റ്സേ ഉള്ള ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരം. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പം തീരുമാനിക്കണം, ഒന്നുകിൽ നിങ്ങൾ 3 പേർ ഇറങ്ങുക, അല്ലെങ്കിൽ മാമിനെ മാത്രം എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവസാന നിമിഷം എല്ലാവരുടെയും യാത്ര മുടങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ഉമ്മയെ നാട്ടിലാക്കി മകൾ മാത്രം അന്ന് UAE-യിലേക്ക് വന്നു. തുടർന്ന് അബുദാബിയിൽ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് മകൾ ജാസിൻ പറയുന്നു. പിന്നീട് മറ്റൊരു വിമാനത്തിൽ ഇന്ന് രാവിലെ ആബിദ ബീവി ഷാർജയിൽ ഇറങ്ങുകയും ചെയ്തു.
യാത്രാവിലക്കുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ഇന്ന് യാത്ര ചെയ്യാനായി എന്നതാണ് ഇവരുടെ ചോദ്യം. അപ്പോൾ എനിക്ക് ആ മൊമെന്റിൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ചുകൂടെ വരുന്നു. അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആളിന്റെ വിസ സ്റ്റിൽ അലൈവ് ആണ്, പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മാമിന്റെ അവിടെ നിന്ന് ഗേറ്റിലേക്ക് ബോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രശ്നമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷാർജ ഇമിഗ്രേഷൻ സെന്ററിൽ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, 2 സ്ഥലത്തും പോയിട്ട് അവിടെ 2 പേരും ഒരു കുഴപ്പമില്ല എൻട്രി ചെയ്യാമെന്ന് പിന്നെയും പറഞ്ഞ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടി അബുദാബി തന്നെ പോയി. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ, നിങ്ങൾക്ക് ബ്രെയിൻ യൂസ് ചിന്തിക്കാൻ പാടില്ലായോ? കാരണം വിസയുള്ള ഒരാൾക്ക് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടാവില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിസ നമ്മൾ ഓൾറെഡി അവർ കൊടുക്കാതിരിക്കുകയാണ് പതിവ്. ഓൾറെഡി നമ്മൾ വിസ ഇഷ്യൂ ചെയ്തു, നിങ്ങൾ ബോർഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇത് പ്യോർലി എയർലൈൻസിന്റെ ഇഷ്യൂ ആവാനാണ് ചാൻസ്. നമുക്ക് ഏതൊരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അവസാന നിമിഷം തങ്ങൾക്കുണ്ടായ ദുരനുഭവത്തിന് കാരണം എന്തെന്ന് ചോദിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന് അയച്ച മെയിലിന് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്നും കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോഴും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. തനിക്കുണ്ടായ ബുദ്ധിമുട്ടിന് കൃത്യമായ പരിഹാരം കാണണമെന്നും തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി. 24 ദുബായ്. ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും. ധരാലി ഗ്രാമം ഭാഗികമായി ഒലിച്ചുപോയി. 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. വീടുകളും ഹോട്ടലുകളും ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മേഘവിസ്ഫോടനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ ഉണ്ടായത്. ധരാലിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഗിർഗംഗ നദിയിലെ മിന്നൽ പ്രളയം ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കി. നിമിഷനേരം കൊണ്ട് വീടുകളും കെട്ടിടങ്ങളും ഇരച്ചെത്തിയ നദിയെടുത്തു. നിരവധി വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയുണ്ടായിരുന്നതായാണ് വിവരം. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സൈന്യവും NDRF, SDRF, ITBP, പ്രാദേശിക ദുരന്ത നിവാരണ സേനകളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായുണ്ട്. साथ में हमारी सेना के लोग NDRF, SDRF, आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए, सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിനായുള്ള നടപടികളും ആരംഭിച്ചതായാണ് വിവരം. നദിയിൽ നിന്നും സുരക്ഷിത അകലത്തേക്ക് മാറണമെന്ന് ജനങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യങ്ങൾ വിലയിരുത്തി. വരും മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തന ദൌത്യം നിർണായകമാണ്. ധരാലി ഗ്രാമത്തിനടുത്ത് സുഖി മേഖലയിലും 2ാമത്തെ മേഘവിസ്ഫോടനമുണ്ടായതായി ഉത്തരകാശി ഭരണകൂടം അറിയിച്ചു. 24 ഡൽഹി. കനത്ത മഴയിൽ വലഞ്ഞ് മധ്യ കേരളം. മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത മഴയിൽ എറണാകുളത്തും തൃശൂരിലും ജനജീവിതം ദുസ്സഹമായിരുന്നു. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. രാത്രിയും രാവിലെയുമായി പെയ്ത ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നഗരമേഖലയിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം വെള്ളം മൂടിയ തോട്ടിലേക്ക് കാർ വീണു. മണിക്കൂറുകൾ നീണ്ട മഴ തീരാ ദുരിതമാണ് തൃശൂരിൽ സൃഷ്ടിച്ചത്. അശ്വിനി ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി. പോലീസ് എത്തി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാന പാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിലും വാഴച്ചാലിലും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മുക്കാലി, മന്തംപൊട്ടി മേഖലയിൽ മഴവെള്ളത്തോടൊപ്പം കല്ലും മണ്ണും റോഡിലേക്ക് ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലും പാലക്കാട് ഒറ്റപ്പാലം പനയൂരിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്തിലെ കമ്മായി മലയോരത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്.
പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി ഗഫൂറാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് നിഗമനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ, അങ്കണവാടികൾ, മതപഠന സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തൃശൂർ ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തൃശൂരിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ആലുവ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെയും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണമുണ്ട്. പാലക്കാട് എറണാകുളം സൗത്ത് മെമു, എറണാകുളം പാലക്കാട് മെമു ട്രെയിനുകൾ റദ്ദാക്കി. ഇൻഡോർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് ട്രെയിനും കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും 1.5 മണിക്കൂർ വൈകിയോ കൊണ്ടു. സെക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് അരമണിക്കൂർ വൈകിയായിരിക്കും സർവീസ് നടത്തുക. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ച്. നാളെ ലഭിക്കുന്ന DNA പരിശോധനാ ഫലം നിർണായകമാണ്. ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കാതെയും പരസ്പര വിരുദ്ധ മറുപടികൾ പറഞ്ഞും അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യൻ. കോട്ടയത്തെ ജൈനമ്മ കൊലപാതക കേസിൽ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ. കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രം. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെയും കഴിഞ്ഞ മാസം 27-നും നടത്തിയ തെരച്ചിലിൽ അസ്ഥിഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. നാളെ വരാനിരിക്കുന്ന DNA ഫലം അന്വേഷണത്തിൽ നിർണായകമാകും. ഒപ്പം പ്രദേശത്ത് നിന്ന് ശേഖരിച്ച മണ്ണിന്റെയും ജലത്തിന്റെയും പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. അത് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ചെയ്യുന്നുണ്ട്. ഇതിന് ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ് അവിടത്തേക്ക് എല്ലാ അവിടുത്തെ മിസ്സിംഗ് കേസസ് ഇത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. ഇന്നലെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ ഒന്നും വിട്ടുപറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾക്ക് മൗനവും ചിരിയും മറുപടി. ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴും മാറ്റമില്ല. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ഇതിനു മുന്നോടിയായി സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും. 2024-ൽ കാണാതായ ജൈനമ്മ കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെതിരെ ശക്തമായ തെളിവുള്ളൂ. എന്നാൽ മൃതദേഹം എവിടെയെന്ന ചോദ്യം ബാക്കി. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം ബിന്ദു, ഐഷ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. 24 ആലപ്പുഴ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടക ധർമ്മസ്ഥലയിൽ നടക്കുന്ന തെരച്ചിലിൽ ഇന്ന് ഒന്നും കണ്ടെത്താനായില്ല. 11-12 സ്പോട്ടുകളിൽ ആയിരുന്നു പരിശോധന. ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആര് നടത്തും എന്നതിലും ആശയക്കുഴപ്പമുണ്ട്. മണ്ണുമാറ്റി പരിശോധനയുടെ 7ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ആദ്യം തൊഴിലാളികൾ കുഴിച്ചു പരിശോധന നടത്തി. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിച്ചു. ഉച്ചയോടെ 11-ാം സ്പോട്ട് മൂടി 12-ാം സ്പോട്ടിലേക്ക്. കനത്ത മഴയ്ക്കിടയിലായിരുന്നു പരിശോധന. 2 നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇത് ഒന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇത് ആരന്വേഷിക്കും എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. സാക്ഷിയുടെ മൊഴിപ്രകാരമുള്ള ഒരൊറ്റ സ്പോട്ടിലെ പരിശോധന മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്നാനഘട്ടത്തിന് വലതുവശത്തുള്ള 13-ാം നമ്പർ സ്പോട്ട്. ഇവിടുത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA KPCC പ്രസിഡന്റിന് റിപ്പോർട്ട് കൈമാറി. സതുദ്ദേശത്തോടെ നടത്തിയ സംഭാഷണമെന്ന സൂചന നൽകുന്നതാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലെത്തി. ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഡൽഹി കേരള ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നു. കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയെന്നും പേരുകൾക്ക് കുറവൊന്നുമില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഡൽഹി കേരള ഹൌസിലെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുമായി
എംപിമാർ കൂടിക്കാഴ്ച നടത്തി. എത്രയും വേഗം പുനഃസംഘടന നടത്തുകയാണ് ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് വളരെ നേതൃസമ്പന്നമായ പാർട്ടിയാണ്. എല്ലാം കഴിവുറ്റ നേതാക്കന്മാരാണ്, യുവജന നേതാക്കന്മാരാണ്. ഇരുത്തം വന്നവരും കരുത്ത് തെളിയിച്ചവരും എല്ലാം ഉണ്ട്. അവരുടെ എല്ലാം സേവനം വളരെ ഫലപ്രദമായിട്ട് പാർട്ടിക്ക് നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ദാറ്റ് ഈസ് ദ പ്രോസസ്. അതിന് സമയമൊന്നും വെച്ച് അതിന് നിയമപരമായിട്ടൊരു സമയമില്ല. അറ്റ് ദ ഇയർലിസ്റ്റ്. മികച്ച പ്രവർത്തനം നടത്തുന്ന കണ്ണൂർ DCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്ന് K. സുധാകരൻ. എറണാകുളം DCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ചർച്ചയായിട്ടില്ലെന്ന് ഹൈബി ഈഡൻ MPയും പ്രതികരിച്ചു. കൊല്ലം DCC അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദിനെ മാറ്റുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 9 DCC അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചനകൾ. 24 ഡൽഹി. കണ്ണൂർ ADM-ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയുമായി ഭാര്യ മഞ്ജുഷ കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. K. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി അക്കമിട്ട് നിരത്തുകയാണ് ഹർജിയിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഹർജിയിലുള്ളത്. അന്വേഷണ സംഘം കൃത്യമായി തെളിവ് ശേഖരിച്ചില്ല. കുറ്റപത്രം തയ്യാറാക്കിയത് പ്രതിക്ക് അനുകൂലമായാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ പഴുതുകൾ കുറ്റപത്രത്തിലുണ്ട്. പ്രതിയുടെ പക്ഷം പിടിച്ചാണ് ഇത് തയ്യാറാക്കിയത്. CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ല. പ്രശാന്ത് മറ്റൊരാളുടെ ബിനാമിയാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. അന്വേഷണം പ്രോപ്പറായ രീതിയിലല്ല പോയതെന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവരുടെ അന്വേഷണം പോകുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലോട്ടൊന്നും കടന്നൊരു വിധി വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ അന്വേഷണ സംഘം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുന്നത്. കേസ് ഈ മാസം 16 വീണ്ടും കോടതി പരിഗണിക്കും. 24 കണ്ണൂർ. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പായതോടെ കായിക മന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. മെസ്സി ചതിച്ചാശാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു VD സതീശന്റെ പരിഹാസം. അർജന്റീന ടീമും ലിയോണൽ മെസ്സിയും കേരളത്തിലെത്തുമെന്ന സർക്കാർ വാഗ്ദാനത്തിൽ ആവേശത്തിലായിരുന്നു കായിക പ്രേമികൾ. എന്നാൽ വരില്ലെന്ന കായിക മന്ത്രി V. അബ്ദുറഹിമാൻ തന്നെ പറഞ്ഞതോടെ ഫുട്ബോൾ ആരാധകർ നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് പ്രതിപക്ഷം. മെസ്സി ചതിച്ചാശാനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു VD സതീശന്റെ പരിഹാസം. ഞങ്ങളാരും ഇതിന്റെ തർക്കത്തിന് പോയില്ലല്ലോ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശാനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, വന്നില്ല. ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ. ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. കേരളത്തിലെ കായിക പ്രേമികളെ V. അബ്ദുറഹ്മാൻ വഞ്ചിച്ചെന്ന മുസ്ലിം ലീഗ് തെറ്റിദ്ധരിപ്പിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്ന ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24 പറഞ്ഞു. മെസ്സി വരുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന കായിക പ്രേമികളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണിത്. വാഗ്ദാനം പാലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയണം. കായിക പ്രേമികൾ സമൂഹ മാധ്യമങ്ങളിലും സർക്കാരിനെയും കായിക മന്ത്രിയെയും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. 24 തിരൂർ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.